അപ്പോൾ ഹലോ ഗൈസ്, കൊതി ബൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പെട്ടെന്നൊരു ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് ഓടി വായോ. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി വയ്ക്കാനുള്ള ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വറക്കാനുള്ള ചിക്കനിൽ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ കറി വയ്ക്കാനുള്ള ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി വച്ചില മുളകും കറിവേപ്പിലയിട്ട് സവാള, കൊച്ചുള്ളി, 2-3 പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പച്ച മണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അടുത്ത അടുപ്പിൽ ഞാൻ എണ്ണ ചൂടാക്കി ചട്ടി വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതിൽ വറക്കാനുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ കറി വയ്ക്കാനുള്ള പൊടികൾ നന്നായിട്ട് പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണേ. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇളക്കി അതിന് ശേഷമേ വെള്ളം ഒഴിക്കാവുള്ളേ. ഞാൻ പച്ച വെള്ളമല്ല ഒഴിക്കുന്നത്, തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്, ചൂടുവെള്ളം. അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ പച്ചവെള്ളം ഒഴിക്കാറില്ല. ഈ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ചുകൂടി നന്നായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പം ഇത് നന്നായിട്ട് അരപ്പ് പിടിക്കുന്ന വരെ നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് വേണം. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണേ, എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോവല്ലേ. അപ്പോൾ കറി നന്നായിട്ട് റെഡിയായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ.